പകൽ വാർത്ത ആരംഭിക്കുന്നു. തലക്കെട്ട്. അവയവക്കടത്തിൽ അന്വേഷണവുമായി ഇഡി. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിലെ വമ്പൻ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ റെയ്ഡ്. പ്രധാന ഇടനിലക്കാരൻ കാസർഗോഡുകാരൻ നജീബിന്റെയും കൊല്ലത്തെ ഇടനിലക്കാരുടെയും വീടുകളിലും പരിശോധന. ആളുകളെ കണ്ടെത്തിയിരുന്നത് കൊല്ലം സ്വദേശി ശ്രീജ എന്ന അന്വേഷണ സംഘം സാമ്പത്തിക ഇടപാട് രേഖകൾ പിടിച്ചെടുത്തു. മുല്ലപ്പെരിയാർ തർക്കത്തിൽ കേരളത്തെ രൂക്ഷമായി കുറ്റപ്പെടുത്തി തമിഴ്നാട് സർക്കാരിന്റെ നയപ്രഖ്യാപനം. ഡാം ശക്തിപ്പെടുത്താൻ കേരളം അനുവദിക്കുന്നില്ല. പകരം ഡാം നിർമ്മിക്കാനുള്ള നീക്കം സർവശക്തിയും എടുത്തു തടയും. ജലനിരപ്പ് ഉയർത്താനുള്ള നടപടികൾക്ക് കേന്ദ്ര ഇടപെടൽ വേണമെന്നും പരാമർശം. തമിഴ്നാട്ടിൽ ത്രിഭാഷാ നയം നടപ്പാക്കില്ലെന്നും വിജയ് സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വീണ വിജയനെ വീണ്ടും ഇഡി വിളിച്ചു വരുത്തും. ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച ശേഷം സമൻസ് അയക്കും. തുടർ നടപടികൾ SFIO രേഖകൾ കൈമാറിയ ശേഷം CMRL എക്സാലോജി കരാർ രേഖകൾ അടക്കം ഇഡിക്ക് വീണ നൽകിയെന്ന് സൂചന. ഇന്നലെ ചോദ്യം ചെയ്തത് 9 മണിക്കൂറോളം. PM ശ്രീയിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. പിന്മാറാൻ പിണറായി സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി വി ശിവൻകുട്ടി. UDF മലക്കം പറഞ്ഞെന്ന് ബിനോയ് വിശ്വം. നിപയ്ക്കും ഷിഗല്ലയ്ക്കും പിന്നാലെ എബോളയുമെന്ന് സംശയം. തെക്കൻ സുഡാനിൽ നിന്നെത്തിയ 52-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ നില ഗുരുതരമായി തുടരുന്നു. ജനങ്ങളുടെ ആരോഗ്യം നോക്കാതെ മന്ത്രിമാർ വിവാദങ്ങൾക്ക് പിന്നാലെ പോവുകയാണെന്ന് BJP. കോടതി കയറി താരങ്ങളുടെ തമ്മിൽ തല്ല്. ടിനി ടോമിനെതിരെ കേസെടുക്കാൻ എറണാകുളം കോടതിയിൽ ഹർജി നൽകി നടി അൻസിബ ഹസൻ. താരസംഘടനയിലെ ആഭ്യന്തര തർക്കമാണെന്ന് പോലീസ് കോടതിയിൽ. ഹിൽ പാലസ് സ്റ്റേഷനിലെ വനിതാ SI രേഷ്മയ്ക്കെതിരെ കേസെടുക്കേണ്ടെന്നും റിപ്പോർട്ട്. ഉദ്യോഗാർത്ഥികൾക്ക് വഴികാട്ടിയാകേണ്ട PSC ബുള്ളറ്റിനിൽ പൊറുക്കാനാകാത്ത തെറ്റ്. മികച്ച തിരക്കഥാകൃത്ത് രാജേഷ് തില്ലങ്കേരിക്ക് പകരം വെച്ചത് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ ചിത്രം. തെറ്റ് സമ്മതിച്ച് PSC. പത്തനംതിട്ട ഗവി ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ മീനാറിൽ അങ്കണവാടി ജീവനക്കാരി മരിച്ച നിലയിൽ. ലൈംഗിക പീഡനത്തിന് ഇരയായതായി സംശയം. മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകും. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. 21-ാം തീയതി വരെ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പരസ്പരം വിജയം അവകാശപ്പെട്ട് ഇറാനും അമേരിക്കയും യുദ്ധം അവസാനിപ്പിച്ചു. പ്രാഥമിക സമാധാന കരാറിൽ ഒപ്പുവെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മെഹ്മൂദ് പെസിഷ്കിയാനും. കരാറിന്റെ ഭാവി ഇസ്രായേൽ നിലപാട് ആശ്രയിച്ച് ക്രൂഡ് ഓയിൽ വിലയിൽ ഇടിവ്. ഹോർമുസ് കടക്കാൻ കാത്തുകിടക്കുന്നത് 550 കപ്പലുകൾ. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോങ്കോ. ഗോൾ അടിക്കാതെ റൊണാൾഡോ. ക്രൊയേഷ്യയെ തകർത്ത് ഇംഗ്ലണ്ട്. ഹാരി കെയ്ന് ബ്രേസ്. പാനമയെ 1 ഗോളിന് കീഴടക്കി ഘാന. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ ED പരിശോധന. 5 സ്വകാര്യ ആശുപത്രികളിലാണ് പരിശോധന നടത്തിയത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ പ്രലോഭിപ്പിച്ച് അവയവദാനത്തിന് ഇരയാക്കുന്നു എന്ന പരാതികൾക്ക് പിന്നാലെയാണ് പരിശോധന. സംസ്ഥാനത്തെ 5ഓളം പ്രമുഖ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് EDയുടെ പരിശോധന നടന്നത്. അടുത്തിടെ കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന അവയവ കൈമാറ്റ കച്ചവടം എന്ന രീതിയിൽ കേസ് വന്നിരുന്നു. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് 1-ാം പ്രതി നജീബിന് വലിയ രീതിയിലുള്ള തുക കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. അത് കൊച്ചിയിലേത് ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലെ 5ഓളം പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചായിരുന്നു
പരിശോധന. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തുക ഇയാൾക്ക് കൈമാറിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഈ ആശുപത്രികളിൽ നടന്നത് നിയമാനുസൃതമുള്ള അവയവ ദാനമാണോ, അവയവ കൈമാറ്റമാണോ എന്നതടക്കം അവർ രേഖകൾ പരിശോധിക്കുകയായിരുന്നു പ്രധാനമായും തന്നെ ED ചെയ്തത്. ഇഡിയുടെ പരിശോധനകൾ പലയിടങ്ങളിലായിട്ട് തുടരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ 2011 മുതൽ 16 വരെയാണ് ഈ ഒരു പ്രത്യേക കാലയളവായി കണ്ടുകൊണ്ട് ഈ സംഘം ഈ ഈ അവയവ തട്ടിപ്പ് മാഫിയ പ്രവർത്തിച്ചിരുന്നൊരു സമയമായിട്ട് കാണുന്നതാണ്. ഇത് ഈ കാലയളവിൽ ഈ ലൈസൻസുള്ള അവയവദാനത്തിന് ലൈസൻസുള്ള വിവിധ ആശുപത്രികൾ അവയിൽ എത്രമാത്രം ഈ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്, അത് നിയമാനുസൃതമാണോ, അതിൻ്റെ രേഖകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വൃക്ക മാറ്റം ഏതാണ്ട് 7800ഓളം ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ടെന്നാണ് കണക്ക്. കരൾ മാറ്റമായിട്ട് കരൾ ശസ്ത്രക്രിയയായിട്ട് നടന്നിരിക്കുന്നത് 2500ഓളം ശസ്ത്രക്രിയകൾ ഇങ്ങനെ സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ഈ ഒരു പ്രത്യേക കാലയളവിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്കുകളും അതിൻ്റെ കാര്യങ്ങളുമാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ നജീബുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ശസ്ത്രക്രിയകൾ ഏതൊക്കെയാണ് എന്നത് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ED ശേഖരിച്ചിട്ടുണ്ട്. ഈ ഒരു സംഘത്തെക്കുറിച്ച് സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചായിരുന്നു അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായിരുന്നത്. 5ഓളം പ്രതികളെയാണ്, നജീബ് ഉൾപ്പെടെ 5ഓളം പ്രതികളെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ആ ഒരു അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ വലിയ രീതിയിലുള്ളൊരു പണം നജീബിൻ്റെ അക്കൗണ്ടിലേക്ക് വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED കൂടി പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നിന്ന് ED ഇതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനകളും ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കും. അവയവ കച്ചവടത്തിൽ കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും പട്ടത്താനം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് ED റെയ്ഡ്. അവയവദാനത്തിനായി ആളുകളെ കണ്ടെത്തി നൽകുന്ന ഏജന്റായി ശ്രീജ പ്രവർത്തിച്ചിരുന്നുവെന്നും കമ്മീഷൻ തുകകൾ ബാങ്ക് അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയിരുന്നുവെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളാണ് ED പരിശോധിച്ചത്. ബാങ്ക് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വ്യാജരേഖകൾ ചമച്ച് നിയമവിരുദ്ധമായി അവയവ കച്ചവടം നടത്തിയ കേസിൽ ശ്രീജയെ മറ്റൊരു ഏജന്റായ പട്ടത്താനം സ്വദേശി സുധീറിനൊപ്പം 2 മാസം മുമ്പ് കിളിക്കൊല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇരുവരും നിലവിൽ ജാമ്യത്തിലാണ്. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ ശ്രീജയെ വിശദമായി ചോദ്യം ചെയ്തു. സുധീറിന്റെ വീട് അടഞ്ഞുകിടന്നതിനാൽ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. കാസർഗോഡും ED റെയ്ഡ്. അവയവദാന കച്ചവടത്തിൽ ഇടനിലക്കാരനായ മേൽപ്പറമ്പ് സ്വദേശി നജീബിന്റെ വീട്ടിലാണ് പരിശോധന. KV ബൈജു ഉണ്ട് വിശദാംശങ്ങളുമായി. ബൈജു, എത്ര നേരമായി പരിശോധന അവിടെ നടന്നു തുടങ്ങിയിട്ട്? എന്തെങ്കിലും സുപ്രധാനമായ രേഖകൾ കിട്ടിയോ? ഹരി, പുലർച്ചെ മുതൽ തുടങ്ങിയ പരിശോധനയാണ്. ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട്. നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ മുഖ്യപ്രതിയാണ് ഈ നജീബ് എന്ന് പറയുന്ന മേൽപ്പറമ്പ് സ്വദേശി മുഹമ്മദ് നജീബ് കല്ലട്ര എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് കേരളത്തിലും കർണാടകയിലുമായി നിരവധി കേസുകളുണ്ട്. കൊലപാതകം, മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാളാണ് പ്രധാനമായും ഇതിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നത്. നേരത്തെ NIA ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഏതായാലും ED കൂടി ഈ കേസിൽ പിടിമുറുക്കുന്നു എന്നതാണ് ഇന്ന് നമുക്ക് പുറത്തു വരുന്ന ഈ ഒരു വിവരം. പുലർച്ചെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചു. എന്തായാലും ഈ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. കൃത്യമായി ഇയാളുടെ അക്കൗണ്ടിലേക്ക് പല ബാങ്കുകളിൽ നിന്നും ഇത്തരത്തിൽ പണം വന്നിട്ടുണ്ട്. അതിന്റെ കൃത്യമായ രേഖകൾ സഹിതമാണ് ഈ പരിശോധന എന്നാണ് ഏറ്റവും പ്രധാനം. നജീബ് നേരത്തെ അറസ്റ്റിലായിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിലാണ് ഇത്തരം വിവരങ്ങളൊക്കെ EDക്ക് ലഭിച്ചത്. ഏതായാലും ഇയാളുടെ മേൽപ്പറമ്പ് ഓഫീസുണ്ട്. ഈ ഓഫീസിലും പരിശോധന നേരത്തെ നടത്തിയിരുന്നു. ഈ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് വലിയ തോതിലുള്ള ഈ അവയവദാന തട്ടിപ്പിന്റെ കഥ തുടർന്ന് കാസർഗോഡ് മാത്രമല്ല കേരളത്തിലെ പല ഭാഗങ്ങളിൽ, അതോടൊപ്പം കർണാടകയിൽ നിന്നുമുള്ള ആളുകളിൽ നിന്നും ഇത്തരത്തിൽ അവയവദാനം കച്ചവടം നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് 5 മുതൽ 10 ലക്ഷം രൂപ വരെ വിലയ്ക്ക് ഇത്തരത്തിൽ അവയവങ്ങൾ വാങ്ങുകയും പിന്നീട് അത് 50 ലക്ഷവും അതിന് മുകളിലും വിൽപ്പന നടത്തുകയും ചെയ്യുന്നതാണ് ഈ രീതി. ഏതായാലും ഈ കാര്യത്തിൽ എന്തൊക്കെ വസ്തുക്കൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്തു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഗേറ്റ് അടച്ച് വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് പരിശോധന നടത്തുന്നത്. ED ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരുമുണ്ട്. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഹരി, വ്യക്തമാണ്. പുലർച്ചെ മുതൽ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും തുടരുകയാണ്. നജീബിന്റെ വീട്ടിൽ EDയുടെ പരിശോധന. KV ബൈജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വിഴിഞ്ഞം തുറമുഖം മറയാക്കി 300 കോടിയുടെ തട്ടിപ്പ്. VISL ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തു. സാമ്പത്തിക ലാഭത്തിനായി VISLന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയെന്നാണ് FIR. മലപ്പുറം സ്വദേശി സൽമാനുൽ ഫാരിസിനെ പ്രതിയാക്കിയാണ് കേസ്. തട്ടിപ്പിനായി VISLന്റെ പേരിൽ വ്യാജ കരാർ രേഖയുണ്ടാക്കിയെന്നും ഇതിന് പിന്നിൽ വൻ തട്ടിപ്പ് സംഘമുണ്ടെന്നുമാണ് പോലീസ് സംശയിക്കുന്നത്.
വി വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നത് ഒന്ന്, വിഴിഞ്ഞം തുറമുഖത്തിനെ മറയാക്കിക്കൊണ്ട് വലിയ തട്ടിപ്പുകൾ നടത്തുമ്പോഴേക്കും ഇതിന് പിന്നിൽ ആരാണ്? കാരണം ഇതിലൂടെ വലിയ വികസനങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. അപ്പോഴാണ് വിഴിഞ്ഞത്തിലൂടെ തന്നെ ഈ ഒരു തട്ടിപ്പ് വരുമ്പോഴേക്കും. വിശദാംശങ്ങൾ. ഹരി, മലപ്പുറം സ്വദേശിയായ സൽമാൻ ഫാരിസ് എന്ന ഒരാളെ മാത്രമാണ് ഇപ്പോൾ പ്രതിയാക്കിയിട്ടുള്ളത്. ഈ കേസിൽ ഒരു പ്രതി മാത്രമാണുള്ളത്. പക്ഷേ ഇതിൽ പ്രതികളുടെ എണ്ണം കൂടുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇതൊരു അന്താരാഷ്ട്ര തലത്തിലെ തട്ടിപ്പ് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. വിദേശത്തിരുന്നും ചിലർ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കരുക്കൾ നീക്കി എന്ന വിവരം ഈ തട്ടിപ്പിനിരയായ ആളുകളുടെ ബന്ധുക്കൾ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 300 കോടി രൂപയുടെ തട്ടിപ്പാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കരാർ ലഭിച്ചിട്ടുണ്ടെന്ന കാര്യം തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. വിസിലിന്റെ പേരിലുള്ള വ്യാജരേഖ ചമക്കുകയും ചെയ്തു. ദിവ്യ എസ് അയ്യരുടെ IAS പേരിലുള്ള സീലും ഒപ്പും ഉൾപ്പെടെ വ്യാജമായി തയ്യാറാക്കിക്കൊണ്ടാണ് ഈ രേഖകൾ ഇവർ തയ്യാറാക്കിയത്. ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് സമ്പന്ന കുടുംബങ്ങളിലെ ആളുകളെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ. അങ്ങനെ കൊച്ചിയിലെ ഒരു സ്ത്രീ ഇതിലേക്ക് ഏതാണ്ട് 20 ലക്ഷം രൂപ നിക്ഷേപമായി നൽകുകയും പിന്നീട് അവരെ ശാരീരികമായി ദുരുപയോഗം ചെയ്തു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പലരെയും ചൂഷണം ചെയ്തു എന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നു. ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഇവരുടെ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ വ്യാജരേഖ ഫോണിൽ നിന്ന് കണ്ടെടുക്കുന്നത്. തുടർന്ന് വിസിലിന്റെ അധികാരികളെ ഈ വിവരം അറിയിച്ചു. അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തത്. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഹരി, യെസ്, വ്യക്തമാണ്. ബി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയൊരു തട്ടിപ്പ് ശൃംഖലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലക്ഷ്യം വെക്കുന്നത് പണക്കാരായ സ്ത്രീകളെയാണ് എന്നുള്ളതും കൂടിയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കുന്നത്. മാസപ്പടി കേസിൽ വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കും. വീണ ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികൾ കൈക്കൊള്ളും. CMRL കമ്പനിയുമായി എക്സാലോജിക് ഉണ്ടാക്കിയ കരാർ അടക്കമുള്ള രേഖകൾ വീണ ഇഡിക്ക് കൈമാറിയെന്നാണ് സൂചന. മറ്റൊരു കേന്ദ്ര ഏജൻസിയായ SFIO ഈ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച 134 രേഖകൾ ഇഡിക്ക് കൈമാറി. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത വളരെ സജീവമായുള്ളത്. ഇന്നലെ ഹാജരാക്കിയ ചില രേഖകൾ കൂടി പരിശോധിച്ച് ഉറപ്പിച്ചതിനു ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന സൂചനകളാണ് ഇഡിയിൽ നിന്ന് ലഭിക്കുന്നത്. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടില്ല എന്നൊരു നിഗമനം ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ട്. അത് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒപ്പം SFIO കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ചില രേഖകൾ കൂടി ലഭിക്കാനുണ്ട്. അതിൻ്റെ കൂടി പരിശോധനകൾ പൂർത്തിയായ ശേഷം വീണയ്ക്ക് അടുത്ത ചോദ്യം ചെയ്യലിന് സമൻസ് അയക്കാനുള്ളൊരു നീക്കം ഇഡിയുടെ ഭാഗത്തുനിന്ന് നിലവിലുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 8 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ഇതിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിയായ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ സറണ്ടർ ചെയ്ത്, അതായത് ഇഡി ഇത് നിർദ്ദേശപ്രകാരം ഇഡി മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടും അതോടൊപ്പം തന്നെ ആക്റ്റീവായി നിലനിൽക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെയും വിശദാംശങ്ങൾ കൂടി ഇഡി സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഒരു പരിശോധനകൾ നടന്നു വരികയാണ്. പ്രാഥമികമായ ഒരു അനുമാനത്തിൽ നിന്ന് ഇഡിയുടെ വിലയിരുത്തൽ നിന്ന് ഒരിക്കൽ കൂടി വീണയ്ക്ക് സമൻസ് നൽകേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത്. അതിന് SFIOയുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ട ഏതാണ്ട് 100ഓളം രേഖകളുണ്ട്, അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. അതിൻ്റെ പരിശോധനകൾ പൂർത്തിയായ സ്ഥിതിക്ക് വീണയ്ക്ക് വീണ്ടും സമൻസ് നൽകാനുള്ള നീക്കത്തിലേക്കാണ് ഇഡി കടക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നത് ഇവർക്ക് നൽകിയ തുക 2.78 കോടി രൂപ, അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏത് കാര്യത്തിന് എന്തിനാണ് നൽകിയത്, ചെയ്യാത്ത സേവനത്തിന് ഇതിൽ നൽകിയെന്ന പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കൂടി പോകുന്നുണ്ട്. നിലവിൽ CMRLന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ തുക സംബന്ധിയായ കാര്യങ്ങളിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് വ്യക്തമായ രീതിയിൽ വിശദീകരിക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയങ്ങളുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ് എന്ന രീതിയിൽ തന്നെയാണ് ഇഡി ഉള്ളത്. ഈ രേഖകളുടെ പരിശോധന പൂർത്തിയാകുമ്പോൾ വീണയ്ക്ക് വീണ്ടും സമൻസ് നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഇഡി കടക്കുന്നത്. പത്തനംതിട്ട ഗവി മീനാറിൽ അംഗനവാടി ജീവനക്കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായാണ് സംശയം. നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. റോഡിൽ നിന്ന് മാറിയാണ് മൃതദേഹം കണ്ടത്.
ശശിനാരായണനുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേറ്റ് എന്താണ്? മൂഴിയാർ സ്റ്റേഷന്റെ പരിധിയിലുള്ള പത്തനംതിട്ട ഗവിയിലെ മീനാറിലാണ് ഇത്തരത്തിൽ യുവതിയെ റോഡ് സൈഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നിലവിൽ ഈ തമിഴ്നാടിന്റെയും അതായത് വണ്ടിപ്പെരിയാറിന്റെയും മൂഴിയാർ സ്റ്റേഷന്റെ പരിധിയിലുള്ള ഭാഗമാണ് മീനാർ എന്ന് പറയുന്നത്. അവിടെയാണ് റോഡ് സൈഡിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അംഗൻവാടി ജീവനക്കാരിയാണെന്നാണ് നമുക്ക് പ്രാഥമികം അറിയാൻ കഴിയുന്നത്. 35 വയസ്സുണ്ട്. എന്തായാലും ബലാത്സംഗത്തിനിരയായ എന്നൊരു സംശയം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. വസ്ത്രങ്ങൾ മാറിയ നിലയിലാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ റോഡ് സൈഡിലോട് ചേർന്ന ഒരു മെയിൻ റോഡ് സൈഡിനോട് ചേർന്ന സ്ഥലത്തുള്ള ഒരു വെള്ളത്തിലാണ് ഇതിലെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും നാട്ടുകാരാണ് ഇത് ആദ്യം മൃതദേഹം കണ്ട ശേഷം പോലീസിനെ അറിയിക്കുകയാണ്. പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷിച്ച് നടത്തുന്നുണ്ട്. എന്തായാലും വിശദമായി എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കൃത്യമായ പരിശോധനയ്ക്ക് ശേഷവും അതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം എന്താണ് സംഭവിച്ചത്, പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമായിരിക്കും എന്താണ് സംഭവിച്ചത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും പോലീസ് മൂഴിയാറിൽ നിന്നും ഈ മീനാറിലേക്ക് യുവതിയുടെ മൃതദേഹത്തേക്ക് പോലീസ് പോയിട്ടുണ്ടെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പോലീസിൽ നിന്നും കൃത്യമായി ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ആ പ്രദേശത്ത് വന്നു പോലുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം വനമേഖലയാണ്, മറ്റു സ്ഥലങ്ങൾ ഒരു ഒതുങ്ങിയ പ്രദേശമാണ്, ആ കാട്ടിനുള്ളിലുള്ള മേഖലയാണിത്. അവിടെ ആ പ്രദേശത്തുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ പുറത്തു നിന്ന് ആരെങ്കിലും വന്നുള്ള കാര്യമാണ് എന്നുള്ള കാര്യം സംശയിക്കുന്നു. അതോ ഇനി മറ്റു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലാണോ മരിച്ചത് എന്നുള്ള കാര്യമൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ടെങ്കിലും പ്രാഥമികമായി ഈ യുവതിയെ ബലാത്സംഗം ചെയ്താണ് സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നത്. കാരണം വസ്ത്രങ്ങൾ എല്ലാം മാറിയ നിലയിലാണ്. അത്തരം സംശയിക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഇത് ബലാത്സംഗമാണോ എന്നുള്ള കാര്യം അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നമുക്കിപ്പോൾ ലഭിക്കുന്ന പുതിയൊരു വിവരം എന്ന് പറയുന്നത് ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ടെന്നൊരു കാര്യം സൂചന ലഭിക്കുന്നു. കാരണം നാട്ടുകാരുടെ മൊഴിയിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് യാത്ര ചെയ്ത ബസ്സിൽ ഇവിടെ നിന്നും ഗവിയിൽ നിന്ന് യാത്ര ചെയ്ത് വണ്ടിപ്പെരിയാർ പോയ ഒരാളെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡി എടുക്കുന്ന വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അയാളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള സൂചന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത്. ടിനി ടോമിനെതിരായ പരാതിയിൽ കോടതിയെ സമീപിച്ച് അൻസിബ. എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. ടിനി ടോമിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. അൻസിബയുടെ പരാതി അമ്മയിലെ ആഭ്യന്തര തർക്കമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. വനിതാ SI രേഷ്മയ്ക്കെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ല എന്നും പോലീസ് വ്യക്തമാക്കി. എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അൻസിബ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ടിനി ടോമിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ഇതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ അൻസിബ പോലീസിന് നൽകിയ പരാതിയിൽ കടവന്ത്ര പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ടിനി ടോമിന്റെയും ശ്വേതാ മേനോന്റെയും നീന കുറുപ്പിന്റെയും അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അൻസിബയുടെ ആരോപണം താൻ ഒരു വ്യക്തിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് പരാതി നൽകിയിട്ടും പോലീസ് FIR പോലും രജിസ്റ്റർ ചെയ്യാതെ നടത്തുന്ന ഈ ഒരു അന്വേഷണം അത് പ്രഹസനമാണെന്നാണ് നേരത്തെ തന്നെ അൻസിബ പറഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ടിനി ടോമിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ തൃക്കാക്കര ACP കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് ലക്ഷ്മിപ്രിയയ്ക്കും SI രേഷ്മയ്ക്കുമെതിരെ നടപടിയെടുക്കണം, കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൻസിബ നൽകിയ ഹർജിയിലാണ് അത്തരത്തിൽ ഇന്നലെ ഹർജി പരിഗണിച്ചത്. ആ ഹർജിയിലാണ് കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടിൽ പ്രധാനമായും പോലീസ് പറയുന്നത് അൻസിബയുടെ പരാതി അമ്മയിലെ ആഭ്യന്തര തർക്കം മൂലമുണ്ടായതാണ്. പിന്നീട് അത് പോലീസിലേക്ക് എത്തുകയായിരുന്നു. 3 മണിക്കൂർ അൻസിബയെ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചിട്ടില്ല. വനിതാ SI രേഷ്മയ്ക്കെതിരെ കേസെടുക്കേണ്ട ആവശ്യമില്ല എന്നുകൂടിയാണ് ACPയുടെ കണ്ടെത്തൽ. SIയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല. അൻസിബ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു എന്ന ആരോപണം ASPക്ക് മുന്നിൽ എത്തിയപ്പോൾ അത് ആവർത്തിച്ചിട്ടില്ല. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനോട് അൻസിബയെ കൊണ്ട് മാപ്പ് പറയിച്ചു എന്നതും പോലീസ് ശരിവച്ചിരിക്കുകയാണ്. ഒപ്പം വാട്സപ്പ് മെസ്സേജിന്റെ പേരിൽ ലക്ഷ്മിപ്രിയ ഭർത്താവ് മർദ്ദിച്ചു എന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അടുത്ത 27-ാം തീയതിക്ക് മാറ്റിയിരിക്കുകയാണ് ഹർജി പരിഗണിക്കുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള ഒരു വാദം നടക്കും. ഇന്നലെ പ്രോസിക്യൂട്ടർ ഹാജരാകാത്ത സാഹചര്യത്തിലാണ് ഹർജി 27-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ടിനി ടോമിനെതിരെയും അൻസിബ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ ഉൾപ്പെട്ട ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ്. SITയുടെ അപ്പീലിൽ 5 പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ്. കേസിൽ പ്രതികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ മാസം 27-ന് മറുപടി നൽകണം. ഗൺമാൻ റിംഗ് റൗണ്ട് ഡ്യൂട്ടി നിയമനത്തിലും കോൺഗ്രസിൽ തർക്കം. രമേശ് ചെന്നിത്തലയുടെ റിംഗ് റൗണ്ടിൽ BJPക്കാരും CPM-കാരും ഉണ്ടെന്നാണ് ആരോപണം. പോലീസ് അസോസിയേഷൻ വാട്സാപ്പ് ഗ്രൂപ്പിലും രൂക്ഷ വിമർശനമുണ്ട്. CPM BJP അനുഭാവികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതായും കോൺഗ്രസ് അനുകൂല വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങൾ പ്രതികരിച്ചു.
കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ തുടങ്ങിയ വലിയ രീതിയിലുള്ള വിമർശനവും വിവാദവുമായിരുന്നു നിയമനവുമായി ബന്ധപ്പെട്ട തുടർച്ചയായി നടന്ന പല വിവാദങ്ങളും. ഇതിൽ പ്രധാനമായും ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സണ്ണി ജോസഫുമായി ബന്ധപ്പെട്ട ബന്ധു നിയമനം. അതിൽ ഈ ഒരു രാജി സമർപ്പിച്ചുകൊണ്ട് അതിലൊരു കൈകഴുകൽ അല്ലെങ്കിൽ അതിൽ നിന്നും തലയൂരുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരുന്നെങ്കിലും പിന്നീടും പല നിയമനങ്ങളിലും വിവാദങ്ങൾ, അത് പുറമേ നിന്നില്ലെങ്കിൽ പോലും കോൺഗ്രസ് അനുകൂല സംഘടനകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അകത്ത് നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും അതായത് അർഹരല്ലാത്ത ആൾക്കാരെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെ തന്നെ നിയമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമാണ് ഇതിനു മുൻപുള്ള അതായത് ഗവൺമെന്റ് ലീഡർമാരുടെ നിയമനത്തിലടക്കം ഉയർന്നു വന്ന അതേ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റിംഗ് റൗണ്ട് ഓഫീസർമാരുടെയും ഒപ്പം തന്നെ ഗൺമാൻമാരുടെയും അടക്കമുള്ള നിയമനത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടനയിൽ അടക്കം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അതായത് ഈ ഒരു പട്ടികയിൽ എങ്ങനെ CPM BJP അനുകൂല അനുഭാവികൾ അല്ലെങ്കിൽ ആ അനുഭാവികൾ എങ്ങനെ ഒരു ഇടം പിടിച്ചു, അവർക്ക് എങ്ങനെ നിയമനം നൽകി, അതായത് അർഹരായിട്ടുള്ള നിരവധി പേർ പുറമേ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റം എങ്ങനെ അനുവദിച്ചു എന്നടക്കമുള്ള വലിയ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഈ ഗ്രൂപ്പിൽ ഉന്നയിക്കുന്നത്. ഈ ഒരു നിയമനം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഉത്തരവടക്കം നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിനുമേലാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചയടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്തിനായാലും തുടക്കത്തിൽ എങ്ങനെയാണോ ഈ ഒരു സർക്കാരിന്റെ തലവേദനകൾ ആരംഭിച്ചത് അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ വേണം ഇതിൽ പോലീസിലും വന്നിരിക്കുന്ന ഈ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും. രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു ഓഫീസർമാരുടെ അടക്കം നിയമനത്തിൽ ഈ ഒരു നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളും ഈ ചർച്ചകൾ സജീവമായി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു നിയമനം നടത്തിയ അല്ലെങ്കിൽ ഈ ഒരു പട്ടിക തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം നൽകിയെന്നടക്കമുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തിനായാലും ഇതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു കോൺഗ്രസിന് തന്നെ ഒരു വിശദീകരണം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരൻ സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. PM ശ്രീ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ വാക്പോര് തുടരുന്നു. പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നതായി കാണിച്ച് മുൻ സർക്കാർ കേന്ദ്രത്തിന് ഒരു കത്തും നൽകിയില്ലെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ വാദം തള്ളിക്കൊണ്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. PM ശ്രീയിൽ ഒപ്പുവെച്ചതിന്റെ പേരിൽ രാഷ്ട്രീയമായി LDF-നെ കടന്നാക്രമിച്ച് പദ്ധതിയുടെ സാമ്പത്തിക നേട്ടം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നീക്കമാണ് UDF സർക്കാർ നടത്തുന്നതെന്ന ആക്ഷേപം LDF ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നണിയുടെ ഭാഗമായിരുന്ന CPI തന്നെ എതിർപ്പ് പരസ്യമാക്കിയതോടെയാണ് കഴിഞ്ഞ 2025 നവംബർ 12 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന K. വാസുകി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് ഒരു കത്ത് അയക്കുന്നത്. ആ കത്തിലെ പരാമർശം താൽക്കാലികമായി ഈ പദ്ധതി മരവിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പദ്ധതി നടത്തിക്കൊണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് പഠിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. അതുവരെ താൽക്കാലികമായി പദ്ധതി മരവിപ്പിക്കുകയാണ് എന്നായിരുന്നു ഈ കത്തിലെ പരാമർശം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ മന്ത്രിസഭാ യോഗത്തിലടക്കം വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കവെയാണ് കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും അതുമായി മുമ്പോട്ട് പോവുകയും അതിന്റെ ആദ്യ ഗഡു പണം കൈപ്പറ്റുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സാങ്കേതികമായി അതിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിലവിൽ അധികാരമേറ്റിരിക്കുന്ന UDF സർക്കാർ. അതുകൊണ്ട് ആ പദ്ധതിയുമായി മുമ്പോട്ട് പോകും. പക്ഷേ കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാനമായിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന കാര്യം കേന്ദ്രത്തെ അറിയിക്കുമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്നലെ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു കത്ത് അയച്ചിട്ടുണ്ടോ എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് കത്ത് അയച്ചിട്ടുണ്ടോ എന്ന കാര്യം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയും അങ്ങനെ ഒരു കത്ത് സംസ്ഥാനം ഇതുവരെ കൈമാറിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നത്. എന്നാൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓഫീസും ഒക്കെ രംഗത്തെത്തുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് 2025 നവംബർ 12 അന്ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന K. വാസുകി ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിനയച്ച കത്തിന്റെ പകർപ്പ് അവർ പുറത്തുവിട്ടിരുന്നു. അതിനു പിന്നാലെ 2026 മാർച്ച് 27 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഈ PM ശ്രീ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിമാരടക്കം പങ്കെടുത്ത യോഗമാണത്. ആ യോഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന K. വാസുകി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ വ്യക്തമാക്കുന്നത് ഏതാണ്ട് 92 കോടി രൂപ അന്ന് അനുവദിച്ചതിന് കേരളത്തിന് അനുവദിച്ചതിന്റെ രേഖകൾ ഈ മിനിറ്റ്സിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയുന്ന കാര്യം ഈ പണം SSK പ്രൊജക്ടിനു വേണ്ടിയാണ്
അതിനപ്പുറത്തേക്ക് PMC പദ്ധതിക്ക് വേണ്ടി അല്ല എന്ന കാര്യം, അതായത് SSK എന്ന പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ പണം അനുവദിക്കുന്നത്. അതല്ലാതെ അതിന് PMCയുമായി ബന്ധമില്ല എന്ന് വളരെ വ്യക്തമായി ആ ഡോക്യുമെന്റുകളിൽ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട കാര്യം, PMC പോർട്ടലിൽ സംസ്ഥാനത്തെ ഒരു സ്കൂളുകളും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആകെ 47 സ്കൂളുകളാണ് PMC പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് വിവിധ ജില്ലകളിലായി. പക്ഷേ ഒരു സ്കൂൾ പോലും പോർട്ടലിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ എന്ത് സാങ്കേതികത്വമാണ് ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ UDF സർക്കാരിനെ നിർബന്ധിതമാക്കിയത് എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് ഉയരുന്നത്. അവിടെയാണ് ഈ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വലിയ സാമ്പത്തിക സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി ലഭിക്കേണ്ട വലിയ സാമ്പത്തിക സഹായം ലഭിക്കാതെ പോകുമോ എന്നൊരു ആശങ്കയാണ് UDF സർക്കാരിനെ ഇങ്ങനെ ഒരു തീരുമാനം മാറ്റുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ PMC പദ്ധതിയുമായി മുമ്പോട്ട് പോകാനുള്ള ഒരു ധാരണയിലേക്ക് എതിർപ്പുകൾക്കിടയിലും എത്തിച്ചത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് ലീഗ് ഗവൺമെന്റ് PM ശ്രീയിൽ മലക്കം മറഞ്ഞുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വാക്കാണ് പ്രധാനമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി PM ശ്രീയിൽ വാക്കുമാറ്റി. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും ഒന്നാണ് എന്ന് മനസ്സിലാക്കിയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നടപ്പിലാക്കലിന് സർക്കാർ നിർബന്ധമുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ, കാഴ്ചപ്പാടുണ്ടെങ്കിൽ, രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിന് വഴിയുമുണ്ട്. ആ വഴി ആരായാലും കോൺഗ്രസ് നയിക്കുന്ന ഒരു ഗവൺമെന്റിന് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അവസാനമാണ് കേരളത്തിൽ ഒരു കോൺഗ്രസ് ലക്ഷ്യ ഗവൺമെന്റ് ഉണ്ടാകുന്നത്. PM ശ്രീയിൽ സർക്കാരിനെ പരിഹസിച്ച് കെ ബാലൻ. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്നാണ് KM ഷാജി പറഞ്ഞത്. തങ്ങൾ അറബിക്കടലിൽ ഇപ്പോൾ വല വീശി എറിഞ്ഞിട്ട് ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ലെന്നാണ് പരിഹാസം. PM ശ്രീ നടപ്പാക്കാൻ UDF സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ല. ബാധ്യതയുണ്ട് എന്ന് സർക്കാർ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു. LDF സർക്കാർ മരവിപ്പിച്ച പദ്ധതിയാണ് PM ശ്രീ എന്നും AK ബാലൻ. PM ശ്രീക്കെതിരെ തുടക്കം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുവെന്ന് AIYF. UDF സർക്കാർ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി പിരിച്ചുവിടണം. PM ശ്രീ നടപ്പാക്കില്ല എന്ന് പറയാനുള്ള ആർജവം UDF സർക്കാർ കാണിക്കണം. VD സതീശൻ U-ടേൺ മുഖ്യമന്ത്രിയായെന്നും AIYF സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീക്ക് എബോള എന്ന സംശയം. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 52കാരിയാണ് ചികിത്സയിലുള്ളത്. ഇവർ നിരീക്ഷണത്തിലാണ്. പനി ബാധിതയായാണ് ചികിത്സ തേടിയത്. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലുള്ള ഫറൂഖ് കോളേജ് സ്വദേശിയായ 43കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. സമ്പർക്ക പട്ടികയിലുള്ള 2 പേരുടെ കൂടെ ഫലം നെഗറ്റീവായി. മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 9 പേരിൽ 5 പേർ ആശുപത്രി വിട്ടു. 104 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. അതേസമയം ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ 74 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതിൽ 1 വയസ്സുകാരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ആരോഗ്യമേഖലയിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് BB ഗോപകുമാർ MLA. പകർച്ചവ്യാധികൾ തടയാൻ മുന്നൊരുക്കം നടത്തിയില്ല. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പകർച്ചവ്യാധികൾ പടരുമ്പോഴും ആരോഗ്യമന്ത്രി വേണ്ട ഇടപെടൽ നടത്തുന്നില്ല. മന്ത്രിമാർ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നുവെന്നും BB ഗോപകുമാർ പറഞ്ഞു. പാവപ്പെട്ട രോഗികൾ ചെല്ലുമ്പോൾ അവർക്ക് ആലപ്പുഴ ബീച്ചിലെ മലിനജലം ഉപയോഗിച്ചുള്ള കൃത്രിമ വെള്ളച്ചാട്ടത്തിൽ ഗുരുതര പരിസ്ഥിതി മലിനീകരണം സ്ഥിരീകരിച്ച് തുറമുഖ വകുപ്പ്. കാർണിവൽ നടന്ന ഭാഗത്ത് മണ്ണ് മലിനപ്പെട്ടതായി പരിശോധനയിൽ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന കത്ത് ന്യൂസ് 18 ലഭിച്ചു. അതേസമയം വണ്ടർഫോൾസ് അവശിഷ്ടങ്ങൾ പൊളിച്ചു നീക്കാൻ തുടങ്ങി. അശാസ്ത്രീയമായാണ് പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ നിർമ്മാണങ്ങൾ നീക്കുന്നത്. കോളിഫോം ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗത്തെ ജലം അണുനശീകരണം നടത്താതെ മണ്ണിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങളും ന്യൂസ് 18 ലഭിച്ചു. ഗുരുതര നിയമലംഘനങ്ങൾ നടന്നിടത്ത് CRZ, ഭൂഗർഭ ജലവകുപ്പ്, മലിനീകരണ നിയന്ത്രണ വിഭാഗങ്ങൾ എന്നിവ തുടർ നിയമ നടപടികൾ പോലും സ്വീകരിക്കുന്നില്ല. 30 ലക്ഷത്തിന് മേൽ പണം വാങ്ങിയ തുറമുഖ വകുപ്പും വിനോദ നികുതി വാങ്ങിയ നഗരസഭയും നിയമലംഘനങ്ങളിൽ മൗനം തുടരുകയാണ്. ആലപ്പുഴ ബീച്ച് കാർണിവലുമായി ബന്ധപ്പെട്ട് 2 മാസക്കാലം നടന്ന പ്രദർശനത്തിൽ ഗുരുതര പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന നിർമ്മാണങ്ങൾ ഉൾപ്പെടെ ആലപ്പുഴ ബീച്ചിൽ ഉണ്ടായെന്നും തുടർന്ന് അതിനുശേഷം, അതായത് കാർണിവലിന് ശേഷം കക്കൂസ് കുഴികൾ അടക്കം ഉപേക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. കാർണിവൽ സംഘടിപ്പിച്ചതിൽ പ്രധാനമായി അവിടെ പ്രദർശനത്തിന് ഉപയോഗിച്ചിരുന്നത് വണ്ടർഫോൾസ് എന്ന ഒരു കൃത്രിമ വെള്ളച്ചാട്ടം 90 അടി പൊക്കമുള്ള 2 ഭിത്തികളായി ഒഴുക്കിയായിരുന്നു ആ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നത്. ഈ പ്രദർശനത്തിൽ ഗുരുതര പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന നിർമ്മാണങ്ങളുണ്ടായി. അതിനും അപ്പുറത്തേക്ക്
ആവശ്യങ്ങൾക്ക് അവിടെ ഉപയോഗിച്ചിരുന്ന ഭൂഗർഭജലം തൊട്ടടുത്ത് തന്നെ ഇവർ തന്നെ അനധികൃതമായി കുഴിച്ച കുഴിക്കക്കൂസുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യവുമായി കലർന്ന് കോളിഫോം ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലാണെന്ന് നിരീക്ഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ആണ് ഇവിടെ അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരടക്കം ഡോക്ടർ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഒപ്പം തന്നെ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലൊക്കെ അവിടെ നിന്നും ജലസാമ്പിളുകൾ ശേഖരിക്കുകയും കോളിഫോം ബാക്ടീരിയയുടെ അളവ് 100 ml ജലത്തിൽ 1000-ന് മേളിലാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ജലമാണ് അവിടെ വാട്ടർഫോൾസിനായി ഉപയോഗിച്ചിരുന്നതെന്നും ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ പുറത്തുവിടുന്നത് പോർട്ടിന്റെ ഒരു കത്താണ്. അതായത് ഇത് പോർട്ടിന് ഈ 2 ഏക്കർ ഭൂമി പോർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ആലപ്പുഴ തുറമുഖ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. ഈ ഭൂമിയിൽ പാരിസ്ഥിതിക മലിനീകരണം നടന്നു എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പോർട്ട് ഇപ്പോൾ നൽകിയിട്ടുള്ള, അതായത് ഈ കരാറുകാരന് നൽകിയിട്ടുള്ള കത്തിന്റെ പകർപ്പാണ് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ പരിസ്ഥിതി മലിനീകരണം നടന്നു എന്ന് പോർട്ടും സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഇതെങ്ങനെ വീണ്ടെടുക്കും? അതായത് ഭൂമിയിലേക്ക് ഇറങ്ങിയ കക്കൂസ് മാലിന്യം അടക്കമുള്ള ഈ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക മലിനീകരണം അതെങ്ങനെ ഈ ഭൂമിയെ വീണ്ടെടുക്കുമെന്നുള്ള ചോദ്യം ഉയർന്നിരിക്കുന്നു. അതിനിടയിൽ തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടർ ഷാജി വി നായർ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴ മുനിസിപ്പൽ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ആലപ്പുഴ നഗരസഭയുടെ ആലപ്പുഴ പോർട്ട് ഓഫീസർക്കും അമ്പലപ്പുഴ MLA G സുധാകരൻ നിർദ്ദേശാനുസരണം കളക്ടർ നൽകിയ നിർദ്ദേശത്തിൽ ഇതിൽ ഈ 2 സംഭവങ്ങൾ, അതായത് പാരിസ്ഥിതിക മലിനീകരണം ഒപ്പം തന്നെ അനധികൃത നിർമ്മാണം, നികുതി വെട്ടിപ്പടക്കമുള്ള വിഷയങ്ങൾ ക്രിമിനൽ കേസ് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങണം, 2 കേസുകൾ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിനായി ഒരുക്കിയിരുന്ന ഭിത്തികൾ ഇപ്പോഴും വെള്ളമുണ്ട്. അത് അന്ന് ഗവേഷകർ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമാക്കിയത് ഈ വെള്ളം അത് ശുചീകരണം നടത്തിയതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് നീക്കം ചെയ്യാവുള്ളൂ എന്നാണ്. എന്നാൽ JCB ഉപയോഗിച്ച് അശാസ്ത്രീയമായി ആ വെള്ളം, അതായത് കോളിഫോം ബാക്ടീരിയയുടെ അളവ് വളരെ കൂടുതലായിരുന്ന ആ വെള്ളം ഉൾപ്പെടെ ആലപ്പുഴ ബീച്ചിലേക്ക് വീണ്ടും അത് പൊളിച്ച് ഒഴിക്കുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നഗരസഭ അധ്യക്ഷ അടക്കമുള്ള സമയത്താണ് ഇത്തരത്തിൽ സാമ്പിളുകൾ ശേഖരിക്കുകയും സർക്കാരിന് തന്നെ ഒരു ഏജൻസി ഈ വെള്ളത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറയുകയും ചെയ്തത്. പക്ഷേ ആ റിപ്പോർട്ട് ഇതുവരെ പോർട്ടോ അല്ലെങ്കിൽ ആലപ്പുഴ നഗരസഭയോ ഒപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡോ ആരും തന്നെ ആ റിപ്പോർട്ടുകൾ ശേഖരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആലപ്പുഴയിലെ രാഷ്ട്രീയ പിൻബലത്തോടു കൂടി, പ്രത്യേകിച്ച് പാലക്കാടുകാരനായ കരാറുകാരൻ ഇതിന്റെ ഒരു ബിനാമി മാത്രമാണെന്നും ആലപ്പുഴയിലെ നഗരസഭ കേന്ദ്രീകരിച്ചുള്ള ഇടത് വലത് രാഷ്ട്രീയ ലോബിയിലെ കൗൺസിലർമാർ അടക്കമുള്ള രാഷ്ട്രീയ ലോബിയിലെ ആളുകൾ ചേർന്നാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചത് എന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകളാണ് ഈ നിയമ നടപടികളിലേക്ക് കടക്കാത്തതിൽ, അതിൽ മൗനം പാലിക്കുന്നതിലടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 4 കോടി രൂപയിലേറെ സമ്പാദിച്ച പ്രദർശനത്തിലാണ് ഇത്രയധികം അവിടെ എത്തിയ ജനങ്ങളോടടക്കം വഞ്ചന കാണിക്കുന്ന രീതിയിൽ നിരവധി ആളുകൾ ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് ആ വെള്ളത്തിൽ കുളിച്ച ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വന്നിട്ടും നവമാധ്യമങ്ങളിലൂടെ അടക്കം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ തുടരന്വേഷണം നടത്താനോ അല്ലെങ്കിൽ ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും കടക്കാനോ വിവിധ വകുപ്പുകൾ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഇത് എത്രമാത്രം വലിയ അഴിമതി ആണ് അല്ലെങ്കിൽ സ്വാധീനമുള്ള വ്യക്തികളാണ് ആലപ്പുഴയിൽ ഈ ഒരു കാർണിവൽ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും മലിനീകരണം തുടരുകയാണ്. ആക്രി വിൽക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ അത് മുറിച്ച് ഈ ഇരുമ്പ് നിർമ്മാണങ്ങളടക്കം നൽകിയിരിക്കുന്നത്. തീരത്തേക്ക് കടൽ കയറി തന്നെ പലയിടങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിയ തോതിൽ കടലിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. CRSR ലംഘനം വന്നു, പരിസ്ഥിതി മലിനീകരണം വന്നു, ഒപ്പം തന്നെ അവിടെ അനധികൃത കുഴൽക്കിണറടക്കം സൃഷ്ടിക്കുകയും ചെയ്തു. CRSന്റെ പോലും അനുമതിയില്ലാതെയാണ് 90 അടിക്ക് മേൽ പൊക്കമുള്ള ഈ 2 വോളുകളടക്കം അവിടെ നിർമ്മിക്കുകയും കുഴിക്കക്കൂസുകൾ ആലപ്പുഴ ബീച്ചിലേക്ക് കുട്ടികളടക്കം വന്നിരുന്ന മണ്ണ് വാരി കളിക്കുന്ന ആലപ്പുഴ ബീച്ചിലേക്ക് കുഴിക്കക്കൂസുകളടക്കം സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വിവിധ വകുപ്പുകൾ കടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. രാഹുൽ ഗാന്ധിക്കെതിരെ AK ബാലൻ. രാഹുൽ ഗാന്ധിക്ക് സവർണബോധം, ജാതിബോധം ഉള്ളതുകൊണ്ടാണ് പിണറായിയെ കെട്ടിപ്പിടിക്കലെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് കുഴപ്പമില്ല. പിണറായിയെ കെട്ടിപ്പിടിക്കാൻ മാത്രമുള്ള പ്രശ്നം രാഹുലിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ജാതിബോധമെന്നും AK ബാലൻ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തെ വിമർശിച്ച് TVK സർക്കാർ. പുതിയ അണക്കെട്ട് അനുവദിക്കില്ലെന്നും കേരള സർക്കാരിന്റെ ശ്രമങ്ങൾ തടയുമെന്നുമാണ് നയപ്രഖ്യാപനത്തിലെ പ്രസ്താവന. The Mullai Periyar Dam is the lifeline of people of southern districts. In 2040, the Supreme Court ordered that the water level of the Mullai Periyar Dam may be raised to 142 feet
and also advised that its water level may be raised further to 152 feet after strengthening the dam. However, the government of Kerala, while continuing to refuse permission to carry out strengthening works of the dam, has instead been pressing its demand for building a new dam. This government will take firm measures to prevent the government of Kerala's attempt to build a new dam and will take concerted action to carry out repair works in the Mullai Periyar Dam area and raise the water level of the dam. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രാഥമിക സമാധാന കരാറിൽ ഒപ്പുവെച്ച അമേരിക്കയും ഇറാനും. ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. കരാറ് വിജയമെന്ന് അമേരിക്കയും വിജയക്കൊടി പാറിച്ചെന്ന് ഇറാനും അവകാശപ്പെട്ടു. കരാർ ഒപ്പിട്ടതോടെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു. ധാരണാപത്രത്തിലെ വ്യവസ്ഥകളെ ആശ്രയിച്ചിരിക്കും കരാറിന്റെ ഭാവി. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ച ഫ്രാൻസിലെ വേഴ്സായ് കൊട്ടാരത്തിൽ മറ്റൊരു ചരിത്രം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ വേഴ്സായ് കൊട്ടാരത്തിൽ ഒരുക്കിയ അത്താഴ വിരുന്നിനു പിന്നാലെ US ഇറാൻ സമാധാന കരാർ പ്രാബല്യത്തിലായി. ട്രംപും മസൂദ് പെസഷ്കിയാനും കരാറിൽ ഒപ്പുവെച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ നടപടികൾ തുടങ്ങി. അമേരിക്ക കപ്പൽ ഉപരോധം അവസാനിപ്പിച്ചു. സാമ്പത്തിക പുനരുജ്ജീവനത്തിന് $300 മില്യൺ ഇറാന് ലഭിക്കും. ആണവായുധം നിർമ്മിക്കില്ലെന്നാണ് ഇറാന്റെ ഉറപ്പ്. ഇറാൻ വിജയക്കൊടി പാറിച്ചെന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബ. و دوستان ما هم دیدن، ملت ما هم یه عظمت رو دیدن که نیروهای مسلح ما با اینکه واقعا کم منفعت قلیله بودن نسبت به این. ഹോർമുസ് സമുദ്രപാത സുഗമമാക്കുന്നത് ഊർജ്ജ പ്രതിസന്ധിക്ക് അയവുണ്ടാക്കും. ആകെ 550 കപ്പലുകൾ ഹോർമുസ് കടക്കാൻ കാത്തിരിക്കുന്നു. 62,370 മെട്രിക് ടൺ LPGയുമായി ഉടൻ കപ്പൽ ഗുജറാത്ത് തീരത്തെത്തും. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. ലെബനോണിൽ അടക്കം എല്ലാ സൈനിക നടപടികളും അവസാനിക്കുമെന്നാണ് വ്യവസ്ഥ. ഇതിനോടടക്കം ഇസ്രായേലിന്റെ സമീപനത്തെ ആശ്രയിച്ചിരിക്കും കരാറിന്റെ ഭാവി. ഹോർമുസിൽ വരും കാലങ്ങളിൽ ടോൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ലോകോപാവേശം. അവസാന നിമിഷം വരെ പോരാടിയ ഉസ്ബെക്കിസ്ഥാനെ മറികടന്ന് കൊളംബിയ. 1-3 ഗോളുകൾക്കാണ് കൊളംബിയൻ ജയം. 41-ാം മിനിറ്റ് വരെ കൊളംബിയയെ പിടിച്ചുകിട്ടിയ ശേഷമാണ് ഉസ്ബെക്ക് ഗോൾ വഴങ്ങിയത്. ഡാനിയൽ മ്യൂനോസ് ആണ് സ്കോറർ. 61-ാം മിനിറ്റിൽ ഫൈസുലേവിലൂടെ ഉസ്ബെക്ക് സമനില പിടിച്ചതോടെ കൊളംബിയ വിറച്ചു. എന്നാൽ 65-ാം മിനിറ്റിൽ ലൂയിസ് ഡയസും ഇഞ്ചുറി ടൈമിൽ ജാമിന്റൻ ക്യാമ്പസും കൊളംബിയയുടെ ജയം ഉറപ്പാക്കി. ഫിഫ ലോകകപ്പിൽ വിജയത്തോടെ തുടങ്ങാനിറങ്ങിയ പോർച്ചുഗലിന് സമനിലക്കുരുക്ക്. 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് കളിച്ച DR കോങ്കോ പോർച്ചുഗലിനെ 1-1 സമനിലയിൽ തളച്ചു. ലോകകപ്പിലെ ആദ്യ ഗോളും ആദ്യ പോയിന്റും നേടി കോങ്കോ ചരിത്രം എഴുതി. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിറം മങ്ങിയതാണ് പോർച്ചുഗലിന് തിരിച്ചടിയായത്. 6-ാം മിനിറ്റിൽ ജാവോ നെവസിലൂടെ പോർച്ചുഗൽ ലീഡെടുത്തു. എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്ത് യുവാനെ വിസ കോങ്കോയ്ക്ക് സമനില ഗോൾ സമ്മാനിച്ചു. പന്ത് കൂടുതൽ കൈവശം വെച്ചെങ്കിലും ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ നയിച്ച മുന്നേറ്റ നിരയ്ക്ക് കഴിഞ്ഞില്ല. മറുഭാഗത്ത് പ്രത്യാക്രമണങ്ങളിലൂടെ കോങ്കോ പോർച്ചുഗീസ് പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. 69-ാം മിനിറ്റിൽ പോസ്റ്റിനുള്ളിൽ പന്ത് ലഭിച്ചിട്ടും റൊണാൾഡോയുടെ ഷോട്ട് പുറത്തേക്ക്. അതേസമയം ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. ഡാലസിൽ നടന്ന മത്സരത്തിൽ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ തകർത്തത്. ഹാരി കെയ്ൻ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാം, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവരും ഇംഗ്ലണ്ടിനായി വലകുലുക്കി. 2-ാം മിനിറ്റിൽ നോനി മഡുഗയുടെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി 22-ാം മിനിറ്റിൽ
ലഭിച്ച പെനാൽറ്റി ഹാരി കെയ്നെ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു. 36-ാം മിനിറ്റിൽ മാർട്ടിൻ ബട്ടൂരിയിലൂടെ ക്രൊയേഷ്യ തിരിച്ചുപിടിക്കുകയും ചെയ്തു. 42-ാം മിനിറ്റിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിന് വീണ്ടും ലീഡ് നൽകിയെങ്കിലും ഇഞ്ചുറി ടൈമിൽ പെറ്റാർ മൂസയിലൂടെ ക്രൊയേഷ്യ വീണ്ടും സമനില പിടിച്ചു. രണ്ടാം പകുതി ആരംഭിച്ച് 2-ാം മിനിറ്റിൽ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാം ഒറ്റയാൾ മുന്നേറ്റത്തിലൂടെ ഇംഗ്ലണ്ടിനെ വീണ്ടും മുന്നിലെത്തിച്ചു. പകരക്കാരനായി കളത്തിലിറങ്ങിയ മാർക്കസ് റാഷ്ഫോർഡ് 85-ാം മിനിറ്റിൽ മനോഹര ഫിനിഷിംഗിലൂടെ ഇംഗ്ലണ്ടിന്റെ 4ാം ഗോളും വിജയവും ഉറപ്പിച്ചു. ബ്രസീൽ ആരാധകർക്ക് പ്രതീക്ഷ പകർന്ന് നെയ്മർ ടീമിനൊപ്പം പരിശീലനത്തിൽ പങ്കെടുത്തു. ബ്രസീൽ ടീം ന്യൂജേഴ്സിയിലെത്തിയ ശേഷം ആദ്യമായാണ് നെയ്മർ സഹതാരങ്ങൾക്കൊപ്പം പരിശീലനത്തിന് ഇറങ്ങിയത്. വലതുകാലിലെ പരിക്കിൽ നിന്ന് മുക്തനായി വരുന്ന ബ്രസീൽ താരം കരുതലോടെയാണ് പരിശീലിച്ചത്. ഒറ്റയ്ക്ക് വാമപ്പ് ചെയ്ത ശേഷം ടീം ഡ്രില്ലുകളിൽ പങ്കെടുത്തു. ഇതുവരെ ഇൻഡോർ പരിശീലനം മാത്രമാണ് നെയ്മർ നടത്തിയിരുന്നത്. വെള്ളിയാഴ്ച ഹെയ്ത്തിക്കെതിരെയാണ് ബ്രസീലിന്റെ അടുത്ത മത്സരം. ലോകകപ്പ് ആവേശത്തിനിടയിലെ ഒരു കൗതുക കാഴ്ചയിലേക്കാണ് ഇനി. മെക്സിക്കൻ സിറ്റിയിലെ ഒരു കത്തീഡ്രലിലേക്ക് ഫുട്ബോൾ ആരാധകരുടെ ഒഴുക്കാണ്. ഫുട്ബോൾ ജേഴ്സി അണിയിച്ച നിലയിലാണ് കത്തീഡ്രലിലെ ഉണ്ണിയേശു. ടീമിന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആരാധകരാണ് ജേഴ്സി അണിഞ്ഞ് ഉണ്ണിയേശുവിന് മുന്നിലെത്തുന്നത്. ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ് ശാന്തസ്വരൂപനായി ദൈവപുത്രൻ. രണ്ടു വശത്തും ഓരോ കാൽപന്തുകൾ, കാലുകളിൽ സോക്സും ഷൂസും. മെക്സിക്കോ സിറ്റി കത്തീഡ്രലിലെ ഉണ്ണിയേശു ലോകകപ്പ് വൈബിലാണ്. പുരികം ചുളിക്കാനും വാളോങ്ങാനും വരട്ടെ, ഇത് മെക്സിക്കോയിൽ പതിവാണ്. 1970-ൽ മെക്സിക്കോയിൽ ആദ്യമായി ടൂർണമെന്റ് നടന്നപ്പോൾ മുതലുള്ള ആചാരമാണ്. ഇത്തവണ പ്രധാന കത്തീഡ്രലിൽ തന്നെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ ഉണ്ണിയേശുവിനെ പ്രതിഷ്ഠിച്ചതോടെ കൂടുതൽ ശ്രദ്ധ നേടിയെന്ന് മാത്രം. അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആരാധകർ. വിശ്വാസികൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ജേഴ്സി അണിഞ്ഞ് ഉണ്ണിയേശുവിനെ പ്രതിഷ്ഠിച്ചതെന്ന് കത്തീഡ്രലിലെ വൈദികൻ മാനുവൽ കോറൽ മാർട്ടിൻ പറയുന്നു. Esto fue no porque nosotros así se nos ocurrió, sino porque la gente dice, bueno, ¿por qué no tienen ustedes en catedral? ¿Por qué no ponen el Niño Dios para que la gente que se acerque, sobre todo los turistas, como tenemos hoy a los de Colombia, que juega Colombia hoy, pues estaban aquí también haciendo sus oraciones para pedirle el triunfo de Colombia. മെക്സിക്കോയിലെ ഉൾപ്രദേശത്തുള്ള സാൻ മിഗ്വൽ അർക്കാങ്കൽ പള്ളിയിൽ 55 വർഷം മുമ്പാണ് ഉണ്ണിയേശുവിനെ മെക്സിക്കൻ ഫുട്ബോൾ വേഷം അണിയിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചത്. എന്നാൽ ഇത് അനാദരവാണെന്ന് പറഞ്ഞ് പുതിയ വികാരി അച്ഛൻ ആ രീതി സമ്മതിച്ചില്ല. ടീമിന്റെ പ്രകടനത്തെ ഇത് ബാധിക്കുമോ എന്ന് ആരാധകർക്കിടയിൽ ആശങ്കയായി. അങ്ങനെയാണ് മെക്സിക്കോ സിറ്റിയിലെ കത്തീഡ്രലിലേക്ക് ഈ ഉണ്ണിയേശു എത്തുന്നത്. അങ്ങനെയാണ് മെക്സിക്കോ സിറ്റിയിലെ കത്തീഡ്രൽ ആ പാരമ്പര്യം ഏറ്റെടുക്കുന്നത്. മെക്സിക്കോ ആരാധകർ മാത്രമല്ല, അർജന്റീന, കൊളംബിയ, സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്നു. Como católicos colombianos que somos, a hacer la oración y que nos acompañe eso para que le fuerza a Colombia y ganar el partido. എന്നാൽ ചില വിശ്വാസികൾ സാൻ മിഗ്വൽ അർക്കാങ്കൽ പള്ളിയിലെ പുതിയ വികാരിക്കൊപ്പമാണ്. ദൈവപുത്രനോടുള്ള അനാദരമാണെന്നാണ് വാദം. മെക്സിക്കോ ജേഴ്സി അണിഞ്ഞ ഉണ്ണിയേശുവിന് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ 2ാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഗ്രൂപ്പ് എയിൽ ഷെക്കിയ ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 9:30 അറ്റ്ലാന്റയിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ഷെക്കിയ തോൽപ്പിച്ച ദക്ഷിണ കൊറിയ ആതിഥേയരായ മെക്സിക്കോയുമായി ഏറ്റുമുട്ടും. ഗോഡലഹാരയിൽ ഇന്ത്യൻ സമയം രാവിലെ 6:30 പോരാട്ടം. ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയയെയും കാനഡ ഖത്തറിനെയും നേരിടും. സ്വിറ്റ്സർലൻഡ് ബോസ്നിയ മത്സരം രാത്രി 12:30. കാനഡ ഖത്തർ പോരാട്ടം പുലർച്ചെ 3:30 നടക്കും. നീറ്റ് പുനഃപരീക്ഷയോടനുബന്ധിച്ച് ടെലഗ്രാം ആപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ നടപടിയിൽ ഡൽഹി ഹൈക്കോടതി കേന്ദ്രത്തോട് വിശദീകരണം തേടി. 150 ദശലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് വിലക്ക് അസൗകര്യമുണ്ടാക്കുന്നുവെന്നും സർക്കാരിന്റെ നടപടി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നുമാണ് ടെലഗ്രാം കോടതിയിൽ വാദിച്ചത്. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UGC പുനഃപരീക്ഷയുടെ പശ്ചാത്തലത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയും തട്ടിപ്പുകളും തടയാനാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാർ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മെസ്സേജ് എഡിറ്റിംഗ് ഓപ്ഷനും ജൂൺ 30 വരെ മരവിപ്പിച്ചു.
PSC ബുള്ളറ്റിനിൽ ഗുരുതര പിഴവ്. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ രാജേഷ് തില്ലങ്കേരിക്ക് പകരം ആകാശ് തില്ലങ്കേരിയുടെ ഫോട്ടോയാണ് പ്രസിദ്ധീകരിച്ചത്. മെയ് 15 ബുള്ളറ്റിനിലാണ് ഗുരുതര പിഴവ് സംഭവിച്ചത്. ഷുഹൈബ് വധക്കേസ് പ്രതിയാണ് ആകാശ് തില്ലങ്കേരി. സംഭവത്തിൽ PSC തെറ്റ് സമ്മതിച്ചു. എവിടെയാണ് പിഴവ് സംബന്ധിച്ചത് എന്നതിൽ കൃത്യമായ വ്യക്തത നൽകിയിട്ടില്ല. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജൂൺ 21 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അനധികൃത തെരുവോര കച്ചവടങ്ങൾ നഗരസഭ ഒഴിപ്പിച്ചു. ആശുപത്രി ജംഗ്ഷൻ മുതൽ ആലുമ്മൂട് വരെയുള്ള റോഡിന്റെ വശങ്ങൾ കൈകേറി നടത്തിയിരുന്ന അനധികൃത കച്ചവടമാണ് ഒഴിപ്പിച്ചത്. കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. മാറ്റിയ കച്ചവടക്കാരെ അമരവിള ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള നൈറ്റ് സ്ട്രീറ്റിൽ പുനരധിവസിപ്പിച്ചു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കോപ്പ് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് കല്യാൺ ജ്വല്ലേഴ്സ് നൽകുന്ന സാമ്പത്തിക സഹായം കൈമാറി. കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന് ചെക്ക് കൈമാറി. ദുരന്തത്തിൽ മരിച്ച 16 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതമാണ് സഹായമായി നൽകിയത്. ഒരു തൃശൂരുകാരനെന്ന നിലയിൽ ആ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് തന്റെ കടമയാണെന്നും ചെക്ക് കൈമാറിക്കൊണ്ട് കല്യാണരാമൻ പറഞ്ഞു. ഈ ദുരന്തത്തിൽ അവർക്കുള്ള സങ്കടം നമ്മൾ മനസ്സിലാക്കണം. അവരും അതിൽ വലിയ സങ്കടം എന്നോട് പറയുണ്ടായി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർ ചടങ്ങ് 5 ലക്ഷം രൂപ വെച്ച് ആ കുടുംബങ്ങൾക്ക് നൽകണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ലൂസിഫറിന് ഉറപ്പായും 3ാം ഭാഗം ഉണ്ടാകുമെന്ന് മുരളി ഗോപി. അതിന്റെ സമയവും സാഹചര്യവും ഒത്തുവരുമ്പോൾ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും മുരളി ഗോപി പറഞ്ഞു. കമാർ സംഭവത്തിന് 2ാം ഭാഗം ഉണ്ടാവാത്തത് തിയേറ്ററിൽ വിജയിക്കാത്തത് കൊണ്ട് മാത്രമാണെന്നും എന്നാൽ ചിത്രത്തോടുള്ള ആരാധകരുടെ നിലവിലെ സ്വീകരണം കാണുമ്പോൾ 2ാം ഭാഗം ആലോചിക്കാൻ താല്പര്യമുണ്ടെന്നും മുരളി ഗോപി പറഞ്ഞു. അനന്തൻകാട് ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മുരളി ഗോപി, ന്യൂസ് 18. ലൂസിഫർ ഒരു ട്രിലജി ആയിട്ടാണ് ഞാൻ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതിന് എന്തായാലും അതിനൊരു തേർഡ് പാർട്ടും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൺക്ലൂഷൻ വരികയുള്ളൂ. അപ്പോൾ എന്തായാലും തേർഡ് പാർട്ട് ഉണ്ടാവണം. ഇല്ല, ഓൾറെഡി അത് തേർഡ് പാർട്ട് മുഴുവൻ ഉള്ളിൽ ഫോംഡാണ്. അതിൻ്റെ ടൈമും അതിൻ്റെ കറക്റ്റ് ഒരു മേളനം, റിസോഴ്സസിൻ്റെ മേളനം വരുമ്പോൾ അത് സംഭവിക്കും. കമാര സംഭവം എഴുതുമ്പോൾ കമാര സംഭവം 2 ഭാഗങ്ങളിലുള്ള സിനിമയായിട്ടാണ് അതിനെ ബേസിക്കലി കൺസീവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവേണ്ടതാണ്. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമ സാമ്പത്തികമായി വിജയമായില്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. എന്നിരുന്നാലും കമാര സംഭവത്തിന് റിലീസിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു വലിയ സ്നേഹമുണ്ട് പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ സ്നേഹം കാണുമ്പോൾ അത് 2ാം ഭാഗം ആലോചിക്കണം എന്നെനിക്കുണ്ട്, പേഴ്സണലി ഉണ്ട്. കാരണം 2ാം ഭാഗം കൂടെ കഴിഞ്ഞാലേ കമാര സംഭവത്തിൻ്റെ കഥ പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. വാഗമണിലെ കുളിരും മലയിടുക്കുകളിൽ നിന്ന് ഉയരുന്ന കോടമഞ്ഞും ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളുടെ തിരക്കേറി. മഴ എത്തിയതോടെ ചാറ്റൽ മഴ ആസ്വദിക്കുവാനും സഞ്ചാരികളുടെ തിരക്കാണ്. മുട്ടക്കുന്നുകളുടെ വശ്യതയും ആത്മഹത്യാ മുനമ്പിൽ നിന്നുള്ള വിദൂര ദൃശ്യങ്ങളും ആസ്വദിക്കാൻ വരും ദിവസങ്ങളിലും കൂടുതൽ സഞ്ചാരികൾ എത്താനാണ് സാധ്യത. പച്ചപ്പിന്റെ പുതപ്പ് പുതച്ച വാഗമണ്ണിൽ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്കാണ്. നോക്കെത്താ ദൂരത്തോളം നിവർന്നുകിടക്കുന്ന മൊട്ടക്കുന്നുകളാണ് വാഗമണ്ണിന്റെ പ്രധാന ആകർഷണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് വാഗമൺ. എല്ലാ സീസണിലും തണുത്തതും സുന്ദരവുമായ കാലാവസ്ഥയാണെങ്കിലും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്തിന് ശേഷമോ അല്ലെങ്കിൽ മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽക്കാലത്തിന് മുൻപോ ആണ് ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. പുൽമേടുകളിൽ പച്ചപ്പ് കൂടുകയും മരങ്ങൾ കൂടുതൽ പച്ചയണിയുകയും അന്തരീക്ഷം നേർത്ത മൂടൽമഞ്ഞിന്റെ പാടയിൽ മുങ്ങി സുന്ദരമാവുകയും ചെയ്യും. കൂടാതെ ഈ സീസണിൽ വെള്ളച്ചാട്ടങ്ങളും സമൃദ്ധമായ സസ്യജാലങ്ങളും കണ്ണുകൾക്ക് വിരുന്നൊരുക്കും. മഴ എത്തിയതുകൊണ്ട് തന്നെ നേരിയ ചാറ്റൽ മഴ നനയുവാനും സഞ്ചാരികളുടെ തിരക്കേറുന്നുണ്ട്. വാഗമണ്ണിലെ കോടമഞ്ഞും ആസ്വദിക്കേണ്ടത് തന്നെയാണ്. വാഗമണ്ണിലെ പുൽമേടുകൾക്ക് മുകളിലൂടെയുള്ള ഫാമിലി പിക്നിക് വാഗമണ്ണിലെ ഏറ്റവും പ്രശസ്തമായ വിനോദങ്ങളിലൊന്നാണ്. കൂടാതെ സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെ ഇടം കൂടിയാണിവിടം.
അതിനാൽ തന്നെ വരും ദിനങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ വാഗമണ്ണിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. കൃഷിയിൽ അത്ഭുതം കാട്ടുന്ന നിരവധി കർഷകരെ നാം ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് നട്ടുവളർത്തിയ കർഷകനെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു വിളവിന്റെ കാഴ്ചയിലേക്കാണ്. കൃഷി എന്നും മലയാളികൾക്കൊരു ഹരമാണ്. വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള കൃഷികൾ പലരും പരീക്ഷിക്കാറുണ്ട്, വൻ വിജയം കൊയ്തിട്ടുമുണ്ട്. എന്നാൽ ഇളമ്പൽ വിളക്കുടിയിൽ ഒരു കർഷകൻ നട്ട ഒരു കൃഷി, അതിലെ ഒരു കാന്താരി ഇന്ന് അത്ഭുതമായി മാറിയിരിക്കുകയാണ്. സാധാരണ കാന്താരി ചെടി എത്രത്തോളം വളരും എന്ന് നമുക്കൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ വിളക്കുടിയിൽ ലതീഷ് നട്ട ഒരു കാന്താരി ചെടിയിൽ നിന്നും കാന്താരി പറിക്കണമെങ്കിൽ വീടിന്റെ ടെറസിൽ കയറി നിന്ന് പറിക്കേണ്ട സ്ഥിതിയാണ്. കാരണം 12 അടി ഹൈറ്റോളം വളർന്നിരിക്കുകയാണ് നിറയെ കാന്താരിയുമായി കാന്താരി മരം. നമുക്കതൊന്ന് കാണാം. എൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളാണ് ലതീഷ്. ലതീഷാണ് ഈ കാന്താരി ഇവിടെ നട്ടത്. ഒരു കർഷകൻ കൂടിയാണ്. അതുപോലെ തന്നെ ലതീഷ് ഒരു ഔദ്യോഗിക സ്ഥാനം കൂടിയുണ്ടല്ലോ. ഞാൻ ഇന്ത്യൻ കിസാൻ കോൺഗ്രസ് ബ്രിഗേഡിന്റെ സംസ്ഥാന സെക്രട്ടറിമാരുടെ ഒരാളാണ്. ലജീഷ് കുമാർ എന്നാണ് പേര്. ലതീഷ് ഇപ്പൊ നട്ട ഈ കാന്താരി ഇപ്പം പ്രദേശവാസികൾക്കെല്ലാം ഒരു അത്ഭുതമായിരിക്കുകയാണ്. എന്താണ് ഈ കാന്താരിയുടെ പ്രത്യേകത? ഇത് നിങ്ങൾ എവിടെ നിന്നാണ് ഈ തൈ കൊണ്ടുവന്നത്? ഇതെങ്ങനെയാണ് ഇത് പരിപാലിക്കുന്നത്? ഞാനാണെങ്കിൽ നമ്മൾ ഈ വെള്ളക്കാന്താരി ആയതുകൊണ്ട് ഇതിന്റെ ആ ഭംഗി കണ്ടുകൊണ്ട് നമ്മുടെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് 2-3 വിത്ത് കൊണ്ടുവന്ന് വാങ്ങിയതാണ്. അതിലൊരു വിത്താണ് ഈ കയറി പോയിരിക്കുന്നത്. 12 അടിയോളം ഹൈറ്റിൽ കയറി പോയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൃഷി വകുപ്പിലൊക്കെ വിവരം അറിയിപ്പിച്ചോ? ഇതൊരു അത്ഭുതമാണല്ലോ. അവർ വന്ന് നോക്കിയോ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ വളർച്ച കണ്ടുകൊണ്ട് നമ്മൾ കൃഷി ഓഫീസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൃഷി ഓഫീസിൽ നിന്ന് ആള് വന്നു. അവര് അളന്ന് നോക്കിയായിരുന്നു. അന്ന് ഒരു 6 മാസം മുമ്പാണ്. അന്ന് ഏതാണ്ട് ഒരു 12 അടിയോളം ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മേലെ വളർന്നിട്ടുണ്ട്. മഴക്കാലമല്ലേ, അപ്പം മഴക്കാലത്ത് ഇത് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഒരു 2 അടിയോളം ഹൈറ്റിൽ പിന്നെയും വളർന്നു. ഇപ്പം 14 അടിയോളം ആയി കാണുന്നത്. ഒരു 14 അടിയോളം ഹൈറ്റിൽ ഇപ്പോൾ ഈ കാന്താരി വളർന്നിട്ടുണ്ട്. ഗിന്നസിലേക്ക് പരിഗണിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ലതീഷിന്റെ ഈ വീടിന്റെ ടെറസിൽ നിന്നാണ് ഇപ്പോൾ ലതീഷ് ഈ കാന്താരി പറിക്കുന്നത്. എന്തായാലും ഇതൊരു അത്ഭുത കാന്താരി മരമായി തുടരുകയാണ്. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ. ബൈരക്കുപ്പ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന പൂർത്തിയായി. പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡ് പരിശോധിക്കാനാണ് PWD നാഷണൽ ഹൈവേ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. റോഡ് വിപുലീകരണത്തിനായി ഭൂമി ഏറ്റെടുക്കൽ വേണ്ടിവരുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക വിലയിരുത്തൽ. ബൈരക്കുപ്പ പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള പ്രാഥമിക പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. സുൽത്താൻ ബത്തേരി തഹസിൽദാർ, PWD AE, നാഷണൽ ഹൈവേ AE, വില്ലേജ് ഓഫീസർ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ 9.5 മീറ്റർ വീതി മാത്രമുള്ള റോഡ് 30 മുതൽ 40 മീറ്റർ വരെയാക്കി വികസിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി ഭൂമി ഏറ്റെടുക്കൽ വേണ്ടിവരുമെന്നാണ് പരിശോധനയ്ക്ക് ശേഷം ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. തുടർ നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയായതിനു ശേഷം നമ്മൾ വീണ്ടും ഇരുന്ന് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുടെ നടപടിയിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ റോഡ് എന്ന് പറയുന്നത് 9 മീറ്ററാണ് നിലവിലുള്ളത്. അതൊരു 30 മീറ്ററിലേക്ക് ആക്കി തീർക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഈ പദ്ധതി സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് ഇവരുടെ നിർദ്ദേശം അനുസരിച്ച്, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ലാൻഡ് അക്വയർ ചെയ്യാനുണ്ട്. അതൊക്കെ പാലത്തിൻ്റെ ഹൈറ്റൊക്കെ അനുസരിച്ച് നമുക്ക് ലാൻഡ് അക്വയർ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാർ നോക്കി സ്ഥലം പരിശോധിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ബാംഗ്ലൂർ, മൈസൂർ ഭാഗത്തേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പവും വേഗത്തിലുമാകും. നിലവിലുള്ള വലിയ യാത്രാ ദൂരവും സമയവും ഇതിലൂടെ കുറയ്ക്കാൻ സാധിക്കും. പ്രദേശത്തെ ചരക്ക് നീക്കം സുഗമമാകുന്നതിലൂടെ പ്രാദേശിക വിപണിക്കും സാമ്പത്തിക മേഖലയ്ക്കും വലിയൊരു ഉണർവ് തന്നെ ഇതിലൂടെ ലഭിക്കും. റോഡ് വികസനത്തിനൊപ്പം പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിനും പാലം വഴിയൊരുക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. നഗരസഭാ ജീവനക്കാരി എത്തി ഒരു നാടിനെ തന്നെ മനോഹരവും സുന്ദരവുമാക്കുന്ന 2 കലാകാരന്മാരുണ്ട് പട്ടാമ്പിയിൽ. ഷിബുവും ഗോപാലകൃഷ്ണനും. പട്ടാമ്പി നഗരത്തിലെ മതിലുകളും ചുവരുകളും ക്യാൻവാസാക്കി മാറ്റിയ കലാപ്രതിഭകളുടെ വിശേഷങ്ങളിലേക്ക്. എവിടെ നോക്കിയാലും മതിലുകളിൽ ചില ചിത്രങ്ങൾ കാണാം. അതിശയവും അത്ഭുതവും നിറയ്ക്കുന്നതും കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതുമായ ചിത്രങ്ങൾ.
വൈദ്യുത തൂണുകളെയും തണൽ മരങ്ങളുടെ കാതലിനെയും പായൽ പിടിച്ച മതിലുകളെയും ക്യാൻവാസാക്കി മാറ്റുകയാണ് പട്ടാമ്പി നഗരസഭയിലെ 2 ജീവനക്കാർ, ഗോപാലകൃഷ്ണനും ഷിബുവും. പട്ടാമ്പി നഗരത്തിലെത്തുന്നവരെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കി സ്വീകരിക്കുന്നതിന് പിന്നിൽ ഇവരുടെ വലിയൊരു പ്രയത്നമുണ്ട്. പ്രശസ്തമായ ചിത്രകാരുടെ എക്സിബിഷനുകളിലും മറ്റും ഇടം പിടിക്കുന്ന ചിത്രങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലാണ് ഇവർ പട്ടാമ്പിയിലെ വിവിധയിടങ്ങളിൽ ചിത്രങ്ങൾ വരച്ചുകൂട്ടിയത്. പലതും കണ്ടു നിൽക്കുന്നവരിൽ ആശ്ചര്യമുളവാക്കുന്നവ. ഒറ്റപ്പാലം സ്വദേശിയായ ഗോപാലകൃഷ്ണനും ഷൊർണൂർ സ്വദേശിയായ ഷിബുവും എംപ്ലോയ്മെന്റ് വഴിയാണ് പട്ടാമ്പി നഗരസഭയിലെ ജീവനക്കാരായി എത്തുന്നത്. തുടർന്ന് ചെറുതായുള്ള ഇവരുടെ ചിത്രം വര കണ്ട മറ്റു സഹപ്രവർത്തകരാണ് ഇവരിലെ കലാവൈഭവം പൊതു ഇടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ പ്രചോദനമായത്. ഞങ്ങൾ നഗരസഭയിലെ ജീവനക്കാരാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്ന അവരൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ നഗര ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏർപ്പാടാക്കി. അപ്പോൾ ഞങ്ങൾ മാക്സിമം കഴിവിൻ്റെ പരമാവധിയിൽ ഞങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രകല ശാസ്ത്രീയമായി പഠിക്കാതെയാണ് ഇവരുടെ സൃഷ്ടികൾ. ഫീൽഡിലില്ല, പക്ഷേ ചെറുപ്പം മുതലുള്ള വര സ്കൂളിലൊക്കെ ആയിട്ടുള്ള വര അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും വരയ്ക്കാറുണ്ട്. എവിടെയും നോക്കാതെ മനസ്സിലുള്ള ചിത്രങ്ങളാണ് ഇവർ മതിലുകളിൽ പകർത്തുന്നത്. കൃത്യതയാർന്ന കളർ കോമ്പിനേഷൻ ഇവരുടെ ചിത്രങ്ങൾക്ക് ഏറെ പകിട്ടേകുന്നു. നഗരസഭയിലെ ജോലിക്കിടയിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളാണ് ചിത്രം വരയ്ക്കായി മാറ്റിവെക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 13,850, പവന് 1,10,800. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 14,445, പവന് 91,560. വെള്ളി ഗ്രാമിന് 260, കിലോ 2,60,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവ് കാണാം. നവമി ദിനേശ്. നമസ്കാരം.